എന്തിനാ മോൾ എൻ്റെ അടുത്തിരിക്കുന്നത്? അങ്ങോട്ട് ചെല്ല്. വരണം മോള് ഒന്നിച്ച് കിടന്നോ? വേണ്ടമ്മേ, ഞാൻ വരനോട് പറഞ്ഞിട്ടാ വന്നെ. ഇനി ഞാൻ അമ്മയുടെ കൂടെ ഇരിക്കുന്നു. ഈ സ്നേഹം ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. ഈ മുഖം ഞാൻ തിരിച്ചറിഞ്ഞിട്ട് ഇത്തിരി ദിവസമേ ആയിട്ടുള്ളൂ. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ എനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ അമ്മയുടെ കൂടെ ഒന്നിച്ചുണ്ടാവുമ്പോ ആര് വേണേലും വന്നോട്ടെ. അവർ കൊല്ലുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചങ്ങ് തീരല്ലോ. എന്തൊക്കെയാ നീ പറയുന്നത്? ഒരു തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാൻ മാത്രമാണോ ഉള്ളത്? എന്നെ കണ്ടെത്താത്ത ദിവസം പോലും ചേർത്ത് പിടിച്ച വരുണില്ലേ? വളർത്തി വലുതാക്കിയ ദേവനാരായണൻ തിരുമേനിയും ഭാര്യയില്ലേ? മോളെ ഒരിക്കൽ കൈനീട്ടി സ്വീകരിച്ച കണിമംഗലത്തുകാരില്ലേ? അവരെയൊക്കെ അങ്ങ് മറന്നു കളയോ? അമ്മ, അത് ആരും മരിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. പിന്നെ ഇപ്പൊ ഒരാൾ വന്നു കയറിയത്. അങ്ങനെ എത്രയോ തവണ മരണത്തിന്റെ മുഖത്ത് നമ്മ രക്ഷപ്പെട്ടിട്ടുണ്ട്. എനിക്ക് നല്ല ധൈര്യമുണ്ട് കുട്ടി. കുറച്ചു നാളൊക്കെ ഞാൻ പേടിച്ചിരുന്നു. എന്താ പേടിക്കാൻ കാരണമെന്നറിയോ? നിന്റെ മുഖം ഒന്ന് കാണാതെ, നിന്റെ വളർച്ച അറിയാതെ ഞാൻ ഇല്ലാണ്ടായി പോകുമെന്നുള്ള പേടി. അമ്മ, വേറൊന്നും എന്നെ തൊട്ട് തീണ്ടിയിട്ടില്ല ഒരിക്കലും. മതി കൊലപാതകളെ കുറിച്ചും മരണത്തെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ച. അമ്മ എപ്പോ പുറത്തു പോകുമ്പോഴും ഒരുപാട് ശ്രദ്ധിക്കണം. അബദ്ധങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് വരരുത്. അത് തന്നെ അമ്മയ്ക്ക് മോളോടും പറയാനുള്ളത്. അമ്മയുടെ അവസാനം വരെ അമ്മയുടെ കൂടെ മോളുണ്ടാവണം. ആയിക്കോട്ടെ. ഇതിലും വലിയ സൗഭാഗ്യമൊന്നും അമ്മ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ. ഇത്രയ്ക്കും സാധിച്ചു തന്നില്ല ഈശ്വരൻ. അമ്മ സന്തോഷവതിയാ.